അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഉള്ള പരീക്ഷയുമായി ബന്ധപ്പെട്ട ലിസാനിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. വീഡിയോ മിക്കവാറും ലോങ് ആവും, കാരണം കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ പെട്ടെന്ന് തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പ്രവർത്തനം നുക്കമിൽ ബിൽ മുനാസിമിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ട് വിട്ട ഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കാനാണ്. 1. ഫിസ് സുന്ദൂഖി 19 ഡാഷ്, യോജിച്ചത് ബ്രാക്കറ്റിലുണ്ടാവും. കലമുൻ എന്നാണോ കലമൻ എന്നാണോ ഖിലാദത്തുൻ എന്നാണോ? അവിടെ കലമൻ എന്നാണോ. കലമുൻ എന്നൊരിക്കലും പറയില്ല. കലമൻ, അവിടെ ശ്രദ്ധയായിട്ട് പോയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. കലമൻ. ഇനി 2. ഫിത് അത്വാലിബു ഡാഷ് വഖ്ത ദർസി, വിദ്യാർത്ഥി ഡാഷ് പഠന സമയം എന്ത് ചെയ്യുന്നു? യോജിച്ചത് ലാ യൽഅബ് എന്നാണോ അതോ ലാ തൽഅബ എന്നാണോ ലാ തൽഅബ്ന എന്നാണോ? ഇതിൽ ലാ തൽഅബ്ന ഒരിക്കലും വരൂല, അതുപോലെ ലാ തൽഅബ എന്നതും വരൂല. കാരണം ഇത് സ്ത്രീക്കുള്ളതാണ്, ഇത് മുസന്നയാണ്. ഇവിടെ മുസന്നയല്ല വേണ്ടത്, ഇവിടെ മുഫ്രദാണ് വേണ്ടത്. അപ്പോൾ ലാ യൽഅബ് അത്വാലിബു ലാ യൽഅബ് വഖ്ത ദർസി, വിദ്യാർത്ഥി കളിയുടെ സമയം പഠന സമയം കളിക്കുകയില്ല. ഇനി 3. ഡാഷ് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി, അവിടെ യോജിച്ചത് യഅമല എന്നാണോ ലിതക്തുബ് എന്നാണോ ലിയക്തുബ് എന്നാണോ? അവിടെ ശരിയായത് ലിയക്തുബ്. കാരണം സ്ത്രീക്കാണ് ലിതക്തുബ് എന്ന് പറയാം, ഇവിടെ പുരുഷനാണല്ലോ, ത്വാലിബല്ലേ. ത്വാലിബത്താണെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ ത്വാലിബാണ്, അതുകൊണ്ട് ഏത് വരൂല? ലിതക്തുബ് എന്ന് വരൂല, ലിയക്തുബ് എന്നതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ലിയക്തുബ് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരി, എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ പുസ്തകത്തിൽ എഴുതട്ടെ. ഇനി 4. ഡാഷ് അൽ മർഅത്തു ദാഖിലൽ ബൈത്തി, അവിടെ അൽ മർഅത്തു എന്ന് കൊടുത്തിട്ടുണ്ട്, അപ്പം തന്നെ മനസ്സിലാകും പെണ്ണാണ്. അപ്പോൾ ഇനി എന്ത് നോക്കണം? ഫിഅല് പെണ്ണായിരിക്കണം. അപ്പോൾ ഇവിടെ തഖൂമു എന്നുണ്ട്, യഖൂമു എന്നുണ്ട്, ഖാമ എന്നുണ്ട്. ഇവിടെ ഒരിക്കലും ഖാമ എന്നത് വരില്ല. ഖാമ വരികയാണെങ്കിൽ പുരുഷനാവണം. യഖൂമും വരില്ല, അപ്പോഴും പുരുഷനാവണം. പക്ഷെ ഇവിടെ തഖൂമാണ് വരിക, അതാണ് ശരി ഉത്തരം. തഖൂമു. തഖൂമു മർഅത്തു ദാഖിലൽ ബൈത്തി, സ്ത്രീ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നു. ഇനി അടുത്തത് 5. മ ലഗിബത്ത് ഡാഷ് ഫി വഖത്തി ദർസി, ഇവിടെ മ ലഗിബത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കളിച്ചിട്ടില്ല ഡാഷ് ഫി വഖത്തി ദർസി, കളിയുടെ സമയം. അവിടെ യോജിച്ചത് അൽ വലതു എന്നാണോ അത്വാലിബു എന്നാണോ അൽ അനീസത്തു എന്നാണോ? അവിടെ ലഗിബത്ത് എന്നല്ലേ, ഇങ്ങോട്ടാണ് നോക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലഗിബത്ത്, ഹാത്താവ് വന്നിക്കണം, കണ്ടോ? അപ്പോൾ സ്ത്രീയാണ് വരിക എന്ന് മനസ്സിലായി. അപ്പോൾ ഏതാണ്? അനീസത്തു എന്നാണ് വരിക. അനീസത്തു ആണ് ശരി കേട്ടോ. മാ ലഗിബത്ത് അനീസത്തു ഫി വഖ്തി ദർസി, പഠന സമയം അനീസ കളിച്ചിട്ടില്ല. ഇനി അടുത്തത് ഡാഷ് അദ്ദഹബു മിനൽ മുജൗഹറത്തി, അവിടെ സറക്ക എന്നാണോ സുരിഖ എന്നാണോ ഖറഅ എന്നാണോ?
അവിടെ സുരിക്കയാണ് വരിക. സുരിക്ക ദഹബു മിനൽ മുജൗഹറത്തി, ജ്വല്ലറിയിൽ നിന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നുമയ്യിസു എന്നുള്ളതാണ്, വേർതിരിക്കാൻ. ഇവിടെ ബ്രാക്കറ്റിൽ ഓരോ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, വരികൾ. അതിൽ നിന്ന് ജുംലത്തുൽ ഇസ്മിയയും ജുംലത്തുൽ ഫിഅലിയയും വേർതിരിക്കുക. ആദ്യം എന്താണ് ജുംലത്തുൽ ഇസ്മിയ എന്നും ജുംലത്തുൽ ഫിഅലിയ എന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എന്തെടുത്ത് എഴുതിയിട്ടും കാര്യമില്ല. ഇതെങ്ങനെ തിരിച്ചറിയും, അതിൻ്റെ അടയാളമാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ആദ്യം ജുംലത്തുൽ ഇസ്മിയ, ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്നതായിരിക്കും അതിൻ്റെ തുടക്കം. ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ, ഇതിൽ ഇസ്മ കൊണ്ട് തുടങ്ങുന്നതാണ് അൽ വലദാനി. കണ്ടോ, അൽ വലദാനി, അതൊരു ഫിഅലല്ല, ഒരു ഇസ്മാണ്, പേരാണ്. 2 ആൺകുട്ടികൾ. അതുപോലെ അത്വരീഖു വാസിഉൻ, വഴി വിശാലമുള്ളതാണ്. ഇതിലെ ത്വരീഖുൻ എന്നത് എന്താണ്, ഇസ്മാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വേർഡ്സ് അതെന്താണെങ്കിൽ ഇസ്മാണെങ്കിൽ അത് ഇസ്മിയായ ജുംലയാണ്. ഓക്കെ. ഇനി ഫിഅലിയായ ജുംല പറഞ്ഞാലോ, ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഫസ്റ്റ് വരുന്നത് ഫിഅലാണെങ്കിൽ അത് ഫിഅലിയായ ജുംലയാണ്. അതാണ് ജുംലത്തുൽ ഫിഅലിയ. ഇനി ജുംലത്തുൽ ഇസ്മിയൻ്റെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജുംലത്തുൽ ഇസ്മിയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൽ വലദാനി ഹുമാ ദാഹിബാനി, 2 ആൺകുട്ടികൾ അവർ പോകുന്നവരാണ്. അവിടെ 2 ആൺകുട്ടികൾ, ഫസ്റ്റ് ഇസ്മാണ് വന്നത്. അതുപോലെ അത്വരീഖു വാസിഉൻ, വഴി വിശാലമുള്ളതാണ്. ഇതിലെ ഫസ്റ്റ് വേർഡ്സ് എന്താണ്, അത്വരീഖു, വഴി എന്നുള്ളതാണ്. അപ്പോൾ അത് ജുംലത്തുൽ ഇസ്മിയയിലാണ് പെടുക. പിന്നെ അതുപോലെ ജുംലത്തുൽ ഫിഅലിയയിൽ, ജുംലത്തുൽ ഇസ്മിയ കഴിഞ്ഞു, ഇനി ജുംലത്തുൽ ഫിഅലിയ. അതിൽ കാണാം നഖറഉ കുല്ല ലൈലത്തിൻ സൂറത്ത് യാസീൻ, ഞാൻ എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഞങ്ങൾ ഓതുന്നു. ഇവിടെ നഖറഉ എന്നാണ് പറഞ്ഞത്, ഫിഅലാണ് വന്നത് ഫസ്റ്റ്. അപ്പോൾ നേരെ എടുക്കുക പോവുക, ജുംലത്തുൽ ഫിഅലിയയിലേക്കാണ് പോവുക. അതുപോലെ അവസാനത്തത് ജലസൽ ഹരിമു, ഇവിടെ തുടക്കം വന്ന ഫീൽ ഉണ്ടെങ്കിൽ ജലസ ഒരു ഫിഅലാണ്, അപ്പോൾ അത് ജുംലത്തുൽ ഫിഅലിയയിലാണ് ഉൾപ്പെടുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നളഉ ദാഇറത്തൻ അലൻ നഅതി ഫഖത്ത്. ഇവിടെ നഅത്തിന് വട്ടിട്ട് കൊടുക്കുക, വേറൊന്നും ചെയ്യണ്ട. ഒന്നാമത്തെ നോക്കി, ഹുവ വലതുൻ സ്വാലിഹുൻ, ഇതിലെ നഅത്ത് വിശേഷണം ഏതാണ്, വലതുൻ എന്നാണോ, അല്ല, സ്വാലിഹുൻ. സ്വാലിഹുൻ എന്നതാണ് വിശേഷണം. 2 അർ റജുലു അൽ മുഅ്മിനു ലാ യക്ദിബു, സത്യവിശ്വാസിയായ മനുഷ്യൻ കളവ് പറയുകയില്ല. ഇവിടെ ഏതാണ് വിശേഷണം, നഅത്ത്? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി എന്നാണ്. അപ്പോൾ ഇവിടെ മൻഊത്ത് വരുന്നത് അർ റജുലു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അർ റജുലു അൽ മുഅ്മിനു എന്നുള്ളതാണ് നഅത്ത്, വിശേഷണം. മൂന്നാമത്തത് ഇസ്തറൈതു ഖലമൻ ജദീദൻ, ഞാൻ പുതിയ പേന വാങ്ങി. ഇസ്തറൈതു ഖലമൻ ജദീദൻ, ഞാൻ പുതിയ പേന വാങ്ങി. ഇവിടെ ജദീദൻ എന്നുള്ളതാണ് നഅത്ത്, വിശേഷണമായിട്ട് വരുന്നത്. നാലാമത്തതിൽ ത്വലഅൽ ബദറുൽ മുനീറു, ഇവിടുത്തെ നഅത്ത് ഏതാണ്, വിശേഷണം? അത് അൽ മുനീറു എന്നുള്ളതാണ്. അടുത്ത പ്രവർത്തനം പൂരിപ്പിച്ചു കൊടുക്കാനാണ് നുസരിഫു, സറഫാക്ക. ഇവിടെ ഇഫ്തഹ് എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പോൾ സറഫാക്ക. ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹ്ന. അതുപോലെ ബിഅ്, ബിഅ്, ബിഅ, ബിഅ, ബിഉ, ബിഇ, ബിഅ, ബിഅന. അതുപോലെ ലിയജിലിസ്, ലിയജിലിസ, ലിയജിലിസു, ലിതജിലിസ്, ലിതജിലിസ, ലിയജിലിസ്ന. അതുപോലെ ലാ തക്ദിബ്, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു, ലാ തക്ദിബി, ലാ തക്ദിബ,
ലാ തക്ദിബ്ന. അവസാനത്തത് അതിൻ്റെ ബാക്കി ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ യക്ദിബ്ന. ഇനി അടുത്ത പ്രവർത്തനം നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. ചോദ്യം 1, കൈഫ യുൻഷഉ നഹിയു, നഹി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. നഹി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബി വളഇ ലാ ഫി അവലിഹി വബി ജസ്മി ആഖിരിഹി. ലാ എന്ന അക്ഷരം തുടക്കത്തിൽ കൊടുക്കൽ കൊണ്ടും അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ടും. ചോദ്യം 2, കൈഫ യുകവ്വനുൽ അംറുൽ ഗായിബു, അംറു ഗായിബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് സിമ്പിളാണ്. ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് വരിക. അതായത് കെസറാക്കപ്പെട്ട ലാമ് കൊടുക്കുക തുടക്കത്തിൽ, അവസാനം സുക്കൂൻ ചെയ്യുക. അത് അറബിയിലേക്ക് എഴുതുമ്പോൾ ബി സിയാദത്തിൻ ലാമി മഖ്സൂറത്തിൻ ഫി അവലിൽ മുദാരിഇ വസുക്കൂനിൽ ആഖിരി. നമുക്ക് 7ാമത്തെ പാഠത്തിൽ അവസാന ഭാഗത്ത് കാണാം. ബിസിയാത്തിൽ ലാമി മഖ്സൂറത്തിൻ, കെസറാക്കപ്പെട്ട ലാമ് കൊടുക്കൽ കൊണ്ട്. എവിടെ? ഫി അവലി, ഒരു മുളാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ. വസുക്കൂനിൽ ആഖിരി, ആ ഫീലിൻ്റെ അവസാനം സുക്കൂനും ചെയ്യുക. ചോദ്യം 3, കൈഫ യുകവ്വനുൽ അംറുൽ ഹാദിറു ഇദാ കാന മാ ബഅദൽ ഹർഫിൽ മുളാറഅതി മുതഹർരികൻ. ഇവിടെ മുളാരിന് ശേഷം ഹർക്കത്താണെങ്കിൽ അംറു ഹാദിർ ഉണ്ടാക്കുന്ന രൂപം എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. അൽ അംറുൽ ഹാദിറു യുകവ്വനു മിനൽ മുളാരിൽ ഹാദിരി ബി ഹദ്ഫി ഹറഫിൽ മുളാറഅതി വസുക്കൂനിൽ ആഖിരി. അതായത് അംറു ഹാദിർ ഉണ്ടാക്കുന്നത് മുളാരി ഹാദിറിൽ നിന്നാണ്. എങ്ങനെ? ബി ഹദ്ഫി ഹറഫിൽ മുളാറഅതി, മുളാറത്തിൻ്റെ അക്ഷരത്തെ കളയൽ കൊണ്ടും, വസുക്കൂനിൽ ആഖിരി, അവസാനം സുക്കൂൻ ചെയ്യൽ കൊണ്ടും. എപ്പോൾ? ഹാദ ഇദാ കാന മാ ബഅദൽ ഹറഫിൽ മുളാറഅതി മുതഹർരികൻ. ഇവിടെ കൊടുത്ത അതേ ചോദ്യം തന്നെ. ഇനി അടുത്ത ചോദ്യം, മത്ത യക്കൂനുൽ മുളാരിഉൽ മുസ്ബത്തു മൻഫിയൻ, എപ്പോഴാണ് മുളാരി മുസ്ബത്ത് മൻഫിയാകുന്നത്? അതിൻ്റെ ഉത്തരം ഇദാ ദഖല ഹറഫു ലാ ഫി അവലിൽ ഫിഅലിൽ മുളാരിഇ യക്കൂനു മൻഫിയൻ. അതായത് ഇദാ ദഖല ഹറഫു ലാ, ലാ എന്ന അക്ഷരം പ്രവേശിക്കൽ കൊണ്ട് ഫി അവലിൽ ഫിഅലിൽ മുളാരി, മുളാരിയായ ഫീലിൻ്റെ തുടക്കത്തിൽ യക്കൂനുൽ മൻഫിയൻ, അപ്പോൾ അതെന്താകും? മൻഫിയാകും. ഇനി 5, മത്താ യക്കൂനുൽ ഫിഅലു മൗറൂഫൻ, എപ്പോഴാണ് ഒരു ഫിഅൽ മൗറൂഫാകുന്നത്? ഉത്തരം ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഅലി കാനൽ ഫിഅലു മൗറൂഫൻ. ഒരു ഫീലിൻ്റെ കൂടെ ഫാലിനെ പറയപ്പെട്ടാൽ ആ ഫീൽ എന്താകും? മഅറൂഫാകും. ഇനി അടുത്ത പ്രവർത്തനമാണ് നക്തുബുൽ അദദ ബിൽ ഹുറൂഫി. ഇവിടെ ഇനി എന്ത് ചെയ്യുക? അക്ഷരത്തിൽ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കാനാണ്. അറബിയിൽ എണ്ണ എഴുതി കൊടുക്കുക. 18 ആപ്പിൾ എന്നെങ്ങനെ അറബിയിൽ എഴുതും? ഇങ്ങനെ എഴുതാം. 18 തുഫാഹത്തിൻ, തുഫാഹത്തിൻ, 18 തുഫാഹത്തൻ. ഇവിടെ തുഫാഹത്തൻ എന്നതിൽ താ ഉണ്ടെങ്കിൽ അഷറത്ത എന്നതിലും താ വരും. പക്ഷെ അതിൻ്റെ മുന്നേ ഉള്ള സമാനിയയിൽ താ വരില്ല. ഇനി ഉളുവൻ, കണ്ടോ ഇവിടെ 16 അവയവങ്ങൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കൊടുക്കുമ്പോൾ സിത്തത്ത അഷറ ഉളുവൻ, സിത്തത്ത എന്നതിൽ താ വരും. പക്ഷേ അഷറ എന്നതിലും ഉളുവൻ എന്നതിലും താ വരില്ല. ഇനി 3 പേനകൾ എങ്ങനെ പറയും? സലാസത്തു അഖ്ലാമിൻ, 3 പേനകൾ. കാരണം അഖ്ലാമിൻ എന്നതിൽ താ ഇല്ലാത്തത് കൊണ്ട് സലാസത്തു എണ്ണത്തിൽ താ വരും. ഇനി 3 ത്വാലിബാത്തുൻ, വിദ്യാർത്ഥിനികൾ എങ്ങനെ പറയും? സലാസു ത്വാലിബാത്തിൻ, സലാസു ത്വാലിബാത്തിൻ.
ഇനി അടുത്ത പ്രവർത്തനമാണ് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാൻ. ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കാണാം. താഴത്തതുമായിട്ട് യോജിച്ചത് ചേർത്ത് കൊടുക്കുക. സാഴത്തുൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഇനി 1 എന്നുള്ള എണ്ണായിരിക്കും വരിക. അപ്പോൾ വാഹിദത്തുൻ എന്ന് തന്നെ വരുള്ളൂ. സാഅത്തുൻ വാഹിദത്തുൻ, കാരണം സാഅത്തുൻ എന്നതിൽ താ ഉണ്ട്. അപ്പോൾ വാഹിദത്തുൻ എന്നതിലും താ വേണം. ഇതിൻ്റെ ക്ലാസ് ഒന്നും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്കിൻ്റെ കയ്യിലുണ്ട് ഓരോ ചാപ്റ്ററും. ഇനി 2 കലമുൻ, അപ്പം എന്താ വരിക? വാഹിദുൻ. കലമുൻ വാഹിദുൻ, സാഅത്തുൻ വാഹിദത്തുൻ. ഇനി സമാനു, സമാനു ഏതാ വരിക? ദജാജാത്തിൻ. സമാനു ദജാജാത്തിൻ അതാ വരിക. ഇനി അസ്സനത്തു ഡാഷ്, അത് യോജിച്ച് തന്നെ കൊടുക്കണം. അസ്സനത്തു ഇസ്ന അഷറ ഷഹ്റൻ, വർഷത്തിൽ 12 മാസങ്ങളുണ്ട്. 5 ഇൻദി, ഇൻദി അബി, എൻ്റെ പിതാവിൻ്റെ അടുക്കലുണ്ട്. എന്താ വരിക? ഇശ്റൂന കിതാബൻ, 20 പുസ്തകങ്ങൾ. ഇനി അവസാനത്തത് ബിൻതാനി, ഏതാ വരിക? ഇസ്നതാനി, കാരണം 1ഉം 2ഉം എണ്ണത്തിൽ താ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള എണ്ണത്തിലും ഇസ്മിൽ താ ഉണ്ടെങ്കിൽ എണ്ണത്തിലും താ കൊടുക്കണം. അപ്പോൾ ബിൻതാനി ഇസ്നതാനി. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലു ബിൽ അംറിൽ ഗായിബിൽ മുനാസിബി, യോജിച്ച അംറ ഗായിബ് കൊണ്ട് പൂർത്തിയാക്കാനാണ്. 1 ഡാഷ് കുല്ലു താലിബിൻ ഫി ദഫ്തരിഹി, അവിടെ എന്താ വരിക? ലിയക്തുബ്, ലിയക്തുബ് കുല്ലു താലിബിൻ ഫി ദഫ്തരിഹി, എല്ലാ വിദ്യാർത്ഥികളും അവരുടെ നോട്ട് ബുക്കിൽ എഴുതട്ടെ. 2 ഡാഷ് കുല്ലു താലിബിൻ ദർസഹു, അവിടെ പഠിക്കുക എന്ന് കൊടുക്കേണ്ടത്. ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു, എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. 3 ഡാഷ് മിൻകും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈരി, ഏതാണ്? വൽ തക്കുൻ മിൻകും, വൽ തക്കും മിൻകും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈരി, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ. അതിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനമാണ് നുഖമ്മിലുൽ ജദ്വല, കോളം പൂർത്തിയാക്കാൻ. ഇവിടെ മുദക്കർ ഗായിബ് കൊടുത്തിട്ടുണ്ട്. ലിയക്സിബു, ഇതിൻ്റെ മുസന്ന എഴുതണം. ലിയക്സിബാനി, സോറി ലാ യക്സിബു, ലാ യക്സിബാനി, അവിടെ അങ്ങനെ വരിക. ലാ യക്സിബൂന, അതിൻ്റെ ജം അങ്ങനെയാണ് വരിക. ഇനി ഇവിടെ രണ്ടാമത്തതിൽ 1ഉം 2ഉം കൊടുത്തിട്ടില്ല, പക്ഷെ ഇവിടെ ലാ യക്സിബിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാ വരിക? അപ്പോൾ ഇതിൻ്റെ വാക്യാണ് എഴുതേണ്ടത്. ലാ യക്സിബു, ലാ യക്സിബാനി, ലാ യക്സിബൂന, ലാ തക്സിബു, ലാ തക്സിബാനി, ലാ യക്സിബ്ന. ഇനി അടുത്തതിൽ മുദക്കർ ഹാദർ ഒന്നും തന്നിട്ടില്ല, പക്ഷെ മുഅന്നസ് ഹാദറിൽ അവസാനത്തെ തന്നിട്ടുണ്ട്. ലാ തക്സിബ്ന. അപ്പോൾ ഇതിൻ്റെ ബാക്കി സർഫാക്കന്നെ. ലാ തക്സിബു, ലാ തക്സിബാനി, ലാ തക്സിബൂന, ലാ തക്സിബീന, ലാ തക്സിബാനി, ലാ തക്സിബ്ന. അടുത്ത പ്രവർത്തനം നുതമ്മിമു ബിൽ അംറിൽ ഗായിബി, യോജിച്ച അംറ ഗായിബ് കൊണ്ട് പൂർത്തിയാക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡാഷ് കുല്ലു താലിബിൻ ദർസഹു, എന്താണ്? ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു, ലിയദുറുസ് എന്നാണ് വരിക കേട്ടോ. ഇനി 2 ഡാഷ് മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി, വൽ തകുൻ മിൻകും ഉമ്മത്തൻ യദഊന ഇലൽ ഖൈരി. 3 ഡാഷ് കുല്ലു ദാരിസിൻ ഫി വഖ്തിൽ ലഅബി, ഏതാണ്? ലിയൽഅബ് കുല്ലു ദാരിസിൻ ഫി വഖ്തിൽ ലഅബി, കളിയുടെ സമയം എല്ലാ വിദ്യാർത്ഥികളും
കളിക്കട്ടെ. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ അംറൽ ഹാദിറ ലിൽ അഫ്ആലിൽ ആത്തിയത്തി. താഴെ കൊടുത്തിട്ടുള്ള ഫിഅലുകളുടെ അംറ ഹാദിർ എഴുതാനാണ്. ഒന്ന് സാറ യസീറു, അതിൻ്റെ അംബർ വരിക സിറ, സിർ എന്ന വരിക. ഇനി കതബ യക്തുബു, അതിൻ്റെ അംബർ ഹാദിർ ഉക്തുബ്. 3 ബാല യബൂലു, ബാല യബൂ, അതിൻ്റെ ബുൽ എന്ന വരിക ബുൽ. ഇനി റമ യർമി, അതിൻ്റെ ഇർമി എന്ന വരിക ഇർമി, ഇർമി, ഇർമി എന്നുള്ളൂ നീട്ടാനില്ല, ഇർമി. 5 വല യലി, അതിൻ്റെ ലി, വെറും ലി. നമുക്ക് തർജിം ചെയ്യാം, പരിഭാഷപ്പെടുത്താം. 1 മാ ദഹബത്ത്, അവളൊരു സ്ത്രീ പോയിട്ടില്ല, മാ ദഹബത്ത്. 2 സിർ, സിർ, സിറ, സിറു, സിരി, സിറ, സിർന, ഓർമ്മ ഉണ്ടാവും. അപ്പം അതിൽ സിർ എന്ന് പറഞ്ഞാൽ യാത്ര, നീ യാത്ര പോവുക എന്നാണ് അർത്ഥം. 3 ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, അതിൻ്റെ അർത്ഥം കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി അടുത്തത് 1 പ്രവർത്തനമാണ് നുക്കമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് വിട്ട ഭാഗത്തേക്ക് എടുത്തെഴുതുക. 1 റഅയ്തു, ഞാൻ കണ്ടു, ഡേഷ് ഖിത്തൻ, എത്ര പൂച്ചകളെ, ഖിത്തൻ എന്ന് പറഞ്ഞാൽ പൂച്ച എന്നർത്ഥം. ഇവിടെ യോജിച്ച എണ്ണം കൊടുക്കുക. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, സലാസ അശറത്ത ഖിത്തൻ എന്നുണ്ട്, സലാസ അശറ ഖിത്തൻ എന്നുണ്ട്, സലാസത്ത അശറ ഖിത്തൻ എന്നുണ്ട്. ഇതിൽ ശരിയായത് ഏതാണ്? അതെ, ഇതാണ്. കാരണം എന്താ? കാരണം നോക്കിക്കോ, കാരണം ഇനി പറയണത്, അതായത് ഖിത്തൻ എന്നതിൽ എന്തില്ല, താ ഇല്ല. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന അഷറ എന്നതിലും താവ് വരില്ല. പക്ഷേ അതിൻ്റെ മുമ്പുള്ളതിൽ എന്ത് ചെയ്യും, താവ് വരും. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് രണ്ടും പുരുഷനായാൽ ഇവിടെ ഉള്ളത് എന്താകും, അത് സ്ത്രീ ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. വേറൊന്നുകൂടി നോക്കാം. 2 ഫിസ് സുന്ദൂഖി, പെട്ടിയിലുണ്ട്, ബോക്സിൽ, ഡേഷ് കലമൻ, പേന, എത്ര പേനയാണ്? ശരിയായ എണ്ണ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് സബഅത അശറ എന്ന് കാണുന്നുണ്ട്, അതുപോലെ അശറ, സബഅത അശറത്ത, ഇതിൽ താ ഇല്ലല്ലോ. അപ്പം നേരെ ചെയ്യേണ്ടത് എന്താ, തൊട്ടടുത്ത അശറ എന്നതിൽ താ പറ്റൂല. അപ്പോൾ ഇവിടെ അശറ എന്നതിൽ താ ഇല്ലാത്തത് കിട്ടി. അതിൻ്റെ മുമ്പും എന്ത് പറ്റൂല, അല്ല അതിൻ്റെ മുമ്പ് താവും വേണം. അപ്പോൾ അതിന് യോജിച്ചത് ഇങ്ങനെയാണ്. ഇവിടെ അശറ എന്നുള്ളത് താ ഇല്ല, അതിൻ്റെ മുമ്പത്തുള്ളതിൽ താ ഉണ്ട്. അപ്പോൾ ഇതാണ് യോജിച്ചത് കേട്ടോ. അപ്പോൾ അത് ഇതാണ് സബഅത അശറ ഖലമൻ. ഇനി 3, ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഈ വീഡിയോ ഇരുന്ന് മുഴുവനും കാണുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പിടികിട്ടും. 3 നദുറുസുൽ യൗമ ദർസൻ, നദുറുസു നമ്മൾ പഠിക്കുന്നു, അല്യോമ ഇന്നേ ദിവസം, ദർസൻ പാഠം. എങ്ങനത്തെ പാഠമാണ്? ജദീദത്തുൻ എന്നുണ്ട്, ജദീദൻ എന്നുണ്ട്, ജദീദുൻ എന്നുണ്ട്. ഇവിടെ ശരിയായത് ഏതാണ്? ദർസൻ, ജദീദൻ. ഇനി അടുത്തത് യാ ബനാത്തി, എൻ്റെ പെൺകുട്ടികളെ, ഡേഷ് റുഊസഹുന്ന, അവിടെ ചെറിയൊരു തെറ്റുണ്ട്, റുഊസ കുന്ന എന്ന് വേണ്ട കേട്ടോ, റുഊസ കുന്ന. ഇവിടെ ലാ തക്ഷിഫി എന്നുണ്ട്, ലാ തക്ഷിഫ്ന എന്നുണ്ട്, ലാ തക്ഷിഫു എന്നുണ്ട്. ശരിയായത് കുറേ സ്ത്രീകളല്ലേ, അപ്പോൾ അവസാനം നൂന വരിക, ലാ തക്ഷിഫ്ന. യാ ബനാത്തി ലാ തക്ഷിഫ്ന റുഊസകുന്ന, ഈ പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ തലകളെ വെളിവാക്കരുത്.
ഇനി അടുത്തത് 5 ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി. ഇവിടെ ഏതാണ് വരിക? ജാഅത്തി എന്നാണോ, ജാ എന്നാണോ, ഇൽ അബു എന്നാണോ? സിമ്പിളാണ്. അൽ ബിന്തു എന്നല്ല കൊടുത്തത്, പെണ്ണാണ്. അപ്പം അതുകൊണ്ട് പെണ്ണിൻ്റെ അടയാളം ഉണ്ടാവും അവിടെ. അപ്പോൾ ഏതാ വരിക? ജാഅത്തി. ജാ എന്ന് വരികയാണെങ്കിൽ അത് പുരുഷനായിരിക്കും ഇവിടെ ബിന്തിന് പകരം. പക്ഷെ ഇവിടെ സ്ത്രീയാണ്, അതുകൊണ്ട് ജാ അ തി എന്ന് വരിക, ജാ അത്തി. ഇനി അടുത്തത് 6 ഡാഷ് അനീസത്തു വക്ത ദർസി. അവിടെ യോജിച്ച ഏതാണ്? മാ ഖറ എന്നാണോ, ലാ യദ്ഹബു എന്നാണോ, മാ ലഇബത് എന്നാണോ? സ്ത്രീ ആണെങ്കിൽ അവസാനം താ ഉണ്ടാകും, അതിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാവും. ഇവിടെ മാ ലഇബത് എന്നാണ് ചേർക്കേണ്ടത്. മാ ലഇബത് അനീസത്തു വക്ത ദർസി. പഠന സമയം അനീസ കളിക്കുകയില്ല. ഇനി അടുത്ത പ്രവർത്തനമാണ് നംല ഉൽ ജദ്വല, കോളം പൂർത്തിയാക്കുക. ഇവിടെ മാലി തന്നിട്ടുണ്ട്, മുലാരി ഉണ്ട്, അംർ ഹാദർ ഉണ്ട്, നഹി ഹാദർ ഉണ്ട്. ഇവിടെ മാലി ജലസ എന്നാണ്, അതിൻ്റെ മുലാരി യജിലിസു, അതിൻ്റെ അംർ ഇജിലിസ്. ഇനി നഹിയോ വായിപ്പാണെങ്കിലോ ലിയജിലിസ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തനം കേട്ടോ. ഇത് നിർബന്ധമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, കാരണം അത് വരാൻ സാധ്യത കൂടുതലാണ്. ഒരു വ്യത്യസ്തമായ പ്രവർത്തനം ആയതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് മാലി തന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ മുലാരി തന്നിട്ടുണ്ട്, യഖൂലു. അപ്പോൾ എന്താണ് അതിൻ്റെ മാലി? കാലയാണ്. ഇനി അതിൻ്റെ അംർ ഖുൽ എന്നാണ്, നീ പറയൂ. അതിൻ്റെ നഹിയാണെങ്കിലോ ലാ തഖുൽ, ലാ തഖുൽ എന്നാട്ടോ. ഇവിടെ മുകളിൽ തന്നെ ഞാൻ ലാ യജ്ലിസ് എന്നാണ് പറഞ്ഞു തോന്നുന്നു. അവിടെ ലാ യജ്ലിസ് എന്നല്ല, ലാ യജ്ലിസ് എന്നാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നഹിയാണല്ലോ, ഞാൻ അംർ എന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലാ യജ്ലിസ് എന്നാണ് വേണ്ടത്. ഇനി അടുത്തത് നളറ, അതിൻ്റെ മുലാരി യൻളുറു, അതിൻ്റെ അംറത ഉൻളുർ, നീ നോക്ക്. ഇനി അതിൻ്റെ നഹിയാണെങ്കിൽ ലാ തൻളുർ, അങ്ങനെയാണ് വേണ്ടത്, ലാ തൻളുർ. അതുപോലെ അടുത്തതിൻ്റെ മാലി തന്നിട്ടില്ല, പക്ഷെ മുലാരി ഉണ്ട്, യംഷി. അവിടെ എന്താ വരിക? മഷ എന്നാ വരിക, മഷ യംഷി. അതിൻ്റെ അംർ ഇംഷി. അതിൻ്റെ നഹിയോ ലാ തംഷി എന്നാ വരിക കേട്ടോ, ലാ തംഷി. ഇനി അതുപോലെ നുസരിഫു, സറഫാക്കാനുള്ളൊരു പ്രവർത്തനം നോക്കാം. ഉത്തുറുഖ് എന്ന് തന്നിട്ടുണ്ട്, അംറാണ്. ഉത്തുറുഖ്, ഉത്തുറുക്ക, ഉത്തുറുഖു, ഉത്തുറുക്കി, ഉത്തുറുക്ക, ഉത്തുറുഖ്ന. 2 ലാ യക്ദിബു, ലാ യക്ദിബു എന്ന് വരൂല, ലാ യക്ദിബ്, ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ യക്ദിബ്ന. ഇനി മൂന്നാമത്തത് യക്തുബു, യക്തുബാനി, യക്തുബൂന, തക്തുബു, തക്തുബാനി, യക്തുബിന. തക്തുബു, തക്തുബാനി, തക്തുബൂന, തക്തുബീന, തക്തുബാനി, തക്തുബിന. അക്തുബു, നക്തുബു. നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല. നുക്കമ്മലു ബി അദദി മുനാസിബി, യോജിച്ച എണ്ണം കൊടുക്കാനാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ഇസ്ന അഷറ ഷഹ്റൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ച് താഴത്ത് ഏത് വരിയാണെന്ന് മനസ്സിലാക്കാം. 1 ഫിൽ മദ്രസത്തി, എൻ്റെ മദ്രസയിലുണ്ട് എന്നാണ് അർത്ഥം. ഇനി എന്താ ഉള്ളത്? യോജിച്ചത് 17 ഫസ്ലൻ, 17 ക്ലാസ്സുകൾ, ക്ലാസ്സല്ല ഡിവിഷനുകൾ, 17 ഡിവിഷനുകളുണ്ട്. 2 ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിലുണ്ട്. എന്താ നിങ്ങൾക്ക് അറിയില്ലേ? പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട എന്താ ഉണ്ടാവും, അതൊക്കെ എഴുതിയെടുക്കുക. ഏതാണ്? 16 ഷജറത്തൻ. ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നാട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി നാളെ പരീക്ഷയ്ക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും, ആവർത്തിച്ച് കാണുന്നതോടുകൂടെ. 3 ഇന്ദ ഉമ്മി, എൻ്റെ ഉമ്മയുടെ അടുത്തുണ്ട്. എന്ത്?
സലാസൂന ഖിലാദത്തുൻ. എന്ത്? 30 മാലകൾ. 30 മാലുണ്ട്. ഇനി അടുത്തത് ഫി ഫസ്ലി, എൻ്റെ ഡിവിഷനിലുണ്ട്. എൻ്റെ ഡിവിഷനിലുണ്ട് എന്ത്? എന്താ ഉള്ളത്? 15 വലദൻ. ഫി ഫസ്ലി 15 വലദൻ. എൻ്റെ ഡിവിഷനിൽ 15 ആൺകുട്ടികളുണ്ട്. ഇനി അഞ്ചാമത്തത് അസ്സനത്തു, ഒരു വർഷത്തിലുണ്ട് എന്ത്? 12 ഷഹ്റൻ, 12 മാസങ്ങൾ. നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനം വന്നാൽ ആദ്യം അറിയണ എഴുതണം കേട്ടോ. ഇനി 6 തോലിബ്, ഞാൻ വിദ്യാർത്ഥിയാണ്. ഉംരി, എൻ്റെ വയസ്സ് എവിടെ യോജിച്ചത്? 13 ആമൻ, എത്രയാണ്? 13 വയസ്സാണ്. ഇനി അടുത്ത പ്രവർത്തനവും നുക്കമ്മിലിൽ ജദവല, കോളം പൂർത്തിയാക്കുക. ഓരോന്നും പൂർത്തിയാക്കുക. ലിയജിലിസ്, ലിയജിലിസ, ലിയജിലിസു, ലിതജിലിസ്, ലിതജിലിസ, ലിയജിലിസ്ന. ഇനി ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു, ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബ്ന. ഇനി ബിഅ, ബിഅ, ബിഉ, ബിഅ, 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 ബിഉ, ബിഇ, ബിഅ, ബിഅന. ഇനി ലാ യജ്ലിസ്, ലാ യജ്ലിസ്, ലാ യജ്ലിസ, ലാ യജ്ലിസു, ലാ തജ്ലിസ്, ലാ തജ്ലിസ, ലാ യജ്ലിസ്ന. ഇനി അടുത്ത പ്രവർത്തനം നുതമ്മിമു, നമുക്ക് പൂർത്തിയാക്കാം. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ഡാഷ്. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയത്തൻ. അത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഇദാ ദഖല ഹർഫു ലാ ഫി അവ്വലിൽ ഫിഅലിൽ മുദാരി യകൂനു മൻഫിയൻ വ ഇല്ലാ. മുദാരിയായ ഫിലിൻ്റെ തുടക്കത്തിൽ ലാ എന്നത് വന്നാൽ അത് മൻഫിയാകും. വ ഇല്ല, അങ്ങനെയല്ലെങ്കിലോ ഫയക്കൂനുൽ മുസ്ബത്തു, അവിടെ എഴുതി കൊടുക്കുക. ഫയക്കൂനുൽ മുസ്ബത്തു, അത് നമുക്ക് 3ാമത്തെ പാഠത്തിലുണ്ടാവും, നോക്കിയാൽ മതി കേട്ടോ. ഇനി 3ാമത്തത് ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഅലി കാനൽ ഫിഅലു മഗ്റൂഫൻ വ ഇല്ലം യുദ്കർ എന്താകും? ഡാഷ് കാന മജ്ഹൂലൻ. വ ഇല്ലം യുദ്കർ കാന മജ്ഹൂലൻ. ഇനി അവസാനത്തത് അദാത്തുൻ നഫീ ഫിൽ മാളി ഹറഫു ഡാഷ്. അദാത്തുൻ നഫീ ഫിൽ മാളി ഹറഫു മാ ഫി അവ്വലിഹി. അദാത്തുൻ നഫീ ഫിൽ മാളി ഹറഫു മാ ഫി അവ്വലിഹി. ഇതുവരെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഫുള്ള് കാണലോട് കൂടെ ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴ്ന്ന് കമൻറ്റ് കൊടുക്കുക മനസ്സിലായി എന്ന്. ഇനി നുജീബ്, നമുക്ക് ഉത്തരം എഴുതാം. അന്നഹിയു നൗ ആനി മാ ഹുമ. നഹി 2 വിധമുണ്ട്. ഏതൊക്കെയാണ് ആ 2 എണ്ണം? ഒന്നേതാണ്? നഹിയ ഗായിബും നഹിയ ഹാദിറും. ഇത്രേ ഉള്ളൂ. 2 കൈഫ യുൻഷഉ നഹിയു മിനൽ മുളാരി. മുളാരിൽ നിന്ന് നഹി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നേരത്തെ ഒരു വട്ടം വന്ന ചോദ്യമാണ്. എങ്ങനെയാണ്? ബി വളഇ ലാ, അതായത് ലാ എന്ന അക്ഷരം വെക്കൽ കൊണ്ട്, ഫി അവ്വലിഹി ഫിയലിൻ്റെ തുടക്കത്തിൽ, വബി ജസ്മി ആഖിരിഹി അവസാനം സുക്കൂനും ചെയ്യുക. ഇനി അടുത്തത് കൈഫ യുക്കവ്വനുൽ അംറുൽ ഗായിബു മിനൽ മുളാരിൽ ഗായിബി. മുളാരി ഗായിബിൽ നിന്ന് അംർ ഗായിബ്, അംർ ഗായിബ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. മുളാരി ഗായിബിൽ നിന്ന് അത് സിമ്പിളാണ്. ബി സിയാദത്തി ലാമി മക്സൂറത്തിൻ. കെസറാക്കപ്പെട്ട ലാമ് കൊടുക്കുക. ബി സിയാദത്തി ലാമി മക്സൂറത്തിൻ ഫി അവ്വലിഹി.
ഫിലിൻ്റെ തുടക്കത്തിൽ. ഏത് ഫിലിൻ്റെ? അൽ മുലാരിയായ ഫിലിൻ്റെ. എന്നിട്ടോ അവ സുക്കൂനിൽ ആഖിരി, അവസാനം സുക്കൂനും ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, അൽ അംറുൽ ഹാദിറു മാഹുവ. അംർ ഹാദിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഉത്തരം വ ഇദാ കാന ത്വലബു ലി ഗൈരി മുഖാത്തബിൻ യകൂനു അംറുൽ ഗായിബൻ. ഇനി 6, കൈഫ യുൻഷഉ നഹിയുൽ ഗായിബി. എങ്ങനെയാണ് നഹി ഗായിബ് ഉണ്ടാക്കുന്നത് എന്ന്. അതും ഇതുപോലെ തന്നെയാണ്. മുലാരി ഗായിബിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? അതെ, നഹി ഗായിബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വഹുവ യുൻഷഉ മിനൽ മുലാരിഇ ബിവളഇ ലാ ഫി അവ്വലിഹി വബിജസ്മി ആഖിരിഹി. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് അന്നഅത്തു നൗആനി മാഹുമാ. നഅത്ത് 2 വിധമുണ്ട്. ഏതൊക്കെയാണ് നഅത്ത്? നഅത്തല്ലേക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക, നഹി ആയിരിക്കും. നഹി 2 വിധമുണ്ട്, നഹി ഗായിബും നഹി ഹാദിറുമാണ്. ഇനി 8ാമത്തെ ചോദ്യം, കൈഫ യുകവ്വനു നഹിയുൽ ഹാദിറു മിൻ തസിൻ. തസിൻ എന്നതിൽ നിന്ന്, ഇവിടെ ഒന്ന് എഴുതി കാണിച്ചുതരാം. തസിനു എന്നതിൽ നിന്ന് നഹി ഹാദിർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്. സിമ്പിളാണ്. മുലാറത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞു, ശേഷമുള്ളത് ഹർക്കത്താണെങ്കിൽ അവസാനം സുക്കൂൻ ചെയ്യുക. അപ്പോൾ സിൻ എന്നായി, സിൻ. അടുത്ത പ്രവർത്തനം നുഖമ്മിൽ പൂരിപ്പിക്കാനുള്ളതാണ്. 1, നഅത്തു യത്ബഉ ഡാഷ് ഫിത്തദ്കീരി ഡാഷ് വത്തസ്നിയത്തി ഡാഷ് വത്തഈരീഫി. അത് ഫുള്ളായിട്ട് എഴുതുക. അത് നമുക്ക് 9ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് ഭാഗത്താണ്, 27ാമത്തെ പേജിലുണ്ട്. എന്താണത്? അന്നഅത്തു യത്ബഉൽ മൻഊത ഫിത്തദ്കീരി വത്തഇനീസി വൽ ഇഫ്റാദി വത്തസ്നിയത്തി വൽ ജംഇ വൽ ഇറാബി വത്തൻകീരി വത്തഈരീഫി. ഇനി അടുത്ത പ്രവർത്തനം നുമൈസുൻ നഅത വൽ മൻഊത എന്നുള്ളതാണ് കേട്ടോ. നഅത്തും മൻഊത്തും വേർതിരിക്കുക. ഇവിടെ 1, സല്ലംതു അല ബിൻതൈനി സഗീറത്തൈനി. ഇതിലെ നഅത്തും മൻഊത്തും വേർതിരിക്കുക. നഅത്ത് ഏതാണ്? വിശേഷണം. അത് സഗീറത്തുൻ എന്നുള്ളതാണ് നഅത്ത്, സഗീറത്തൈനി. ബിൻതൈനി എന്നുള്ളതാണ് മൻഊത്ത്. ഇനി ഹാദാ ഖലമുൻ ജദീദുൻ. ഇത് പുതിയ പേനയാണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നഅത്തും മൻഊത്തും വേർതിരിക്കുക. ഇതിലെ നഅത്താണ് ജദീദുൻ എന്നുള്ളത്. എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്? അത് ഖലമുൻ, അത് മൻഊത്ത്. ഇനി അടുത്തത് ഇൽബസ് സൗബൻ നളീഫൻ. അൽബസ് അല്ല, ഇൽബസ് സൗബൻ നളീഫൻ. ഇതിൽ ആദ്യം നഅത്ത് വേർതിരിക്കുക. സൗബൻ നളീഫൻ എന്നുള്ളതിൽ നളീഫൻ അതാണ് നഅത്ത്, വിശേഷണം. നീ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നാണ്. അപ്പോൾ വൃത്തിയുള്ളത് നളീഫ്. സൗബാണ് എന്ത്? മൻഊത്ത്. ഇനി അടുത്തത് നദുറുസുൽ യൗമ ദർസൻ ജദീദൻ. ഇന്ന് നമ്മൾ പുതിയ പാഠം പഠിച്ചു. ഇതിലെ നഅത്ത് ഏതാണ്? ജദീദൻ എന്നുള്ളതാണ് വിശേഷണം. ദർസൻ എന്നുള്ളതാണ് മൻഊത്ത്. ഇനി അടുത്തത് ജാ അൽ മുഅ്മിനൂന അൽ മുഖ്ലിസൂന. നിഷ്കളങ്കരായ വിശ്വാസികൾ വന്നു. ഇവിടെ അൽ മുഅ്മിനൂന എന്നത് മൻഊത്താണ്. അതിലെ മുഖ്ലിസൂന എന്നുള്ളത് നഅത്തുമാണ്. ഇനി അടുത്തത് അർ റജുലുൽ മുഅ്മിനു ലാ യക്ദിബു. ഇവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഒരു തവണ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അർ റജുലു, ഇവിടെ അർ റജുലു എന്നതാണ് എന്ത്? മൻഊത്ത്. അൽ മുഅ്മിനു അതാണ് നഅത്ത് കേട്ടോ, വിശേഷണം. ഇനി അടുത്തത് ഖറിയത്തുൻ ജമീലത്തുൻ ഫീഹ ഹദീഖത്തൻ റായിഅത്തൻ. ഇതിൽ ഹദീഖത്തൻ അതെന്താണ്? മൻഊത്താണ്. റായത്ത് എന്നുള്ളത് വിശേഷണമാണ്.
നഅത്താണ്. ഇനി അടുത്തത് മദ്രസത്തുൻ ഹദീദത്തുൻ. ഹദീദത്ത് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ മദ്രസകൾ. ഇതിൽ ഹദീദത്ത് എന്നുള്ളത് നഅത്താണ്. മദാരിസു എന്നുള്ളത് മൻഉത്താണ്. മദാരിസു ഹദീദത്തുൻ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നുതർജിമു എന്നാണ്. തർജിം ചെയ്ത് കൊടുക്കുക. 1. ഇംതല അൽ മാഉ ഫിൽ ബിഇരി ബിമത്റിൻ ഷദീദിൻ. ശക്തിയായ മഴ കൊണ്ട് കിണറ്റിൽ വെള്ളം നിറഞ്ഞു. 2. ലിയദുർസ് കുല്ലു ത്വാലിബിൻ ദർസഹു. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠങ്ങൾ പഠിക്കട്ടെ. 3. അൽ യദുൽ ഉല്യ ഖൈറു മിനൽ യദിൽ സുഫുല. താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമമായത്, നല്ലത് മുകളിലെ കൈയാണ്. ഇനി അടുത്തത് ലിയദുർസ് കുല്ലു ത്വാലിബിൻ ദർസഹു. എല്ലാ വിദ്യാർത്ഥികളും അവരുടെ പാഠം പഠിക്കട്ടെ. അത് 2 തവണ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് റഅ യൂസുഫ് അലൈഹിസ്സലാം ഫിൽ മനാമി 11 കൗക്കബൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധികം അർത്ഥം എഴുതാനൊക്കെ വരാം. യൂസുഫ് നബി അലൈഹിസ്സലാം ഉറക്കിൽ 11 നക്ഷത്രങ്ങളെ കണ്ടു. അടുത്തത് അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുളിഅ ലിഇബാദില്ലാഹി ഇബാദത്തില്ലാഹി. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യം വെക്കപ്പെട്ട ഭവനം കഅബയാണ്. അടുത്തത് മാ ഹളർതു ഫിൽ മദ്രസത്തി മുൻദു 3 അയ്യാമിൻ. 3 ദിവസമായിട്ട് ഞാൻ മദ്രസയിൽ ഹാജരായിട്ടില്ല. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ ജദ്വല ലിൽ അഫ്ആലിൽ ആതിയത്തി. മജ്ഹൂല ലിൽ അഫ്ആലിൽ ആതിയത്തി. താഴെ തന്ന ഫീലുകൾക്കുള്ള മജ്ഹൂൽ എഴുതാൻ. 1. ലറബ അതിൻ്റെ മജ്ഹൂൽ ളുരിബ. ബാഅ അതിൻ്റെ ബിഅ. അകല അതിൻ്റെ ഉക്കില. ഖാല അതിൻ്റെ മജ്ഹൂൽ ഖീല. ഇതൊക്കെ മാളിയാണ്. ഇനി മുളാരി യളിരിബു യുളറബു യബീഉ യുബാഉ യഉകുലു യുഉകലു യഖൂലു യുഖാലു. മജ്ഹൂൽ എഴുതാൻ അധികം വരാറുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബ് അറബിയാക്കാനാണ്. 1. എൻ്റെ ക്ലാസ്സിൽ 15 പെൺകുട്ടികളുണ്ട്. എങ്ങനെ പറയും? ഫി സൊഫി 15 ബിൻതൻ. 2. എൻ്റെ സഹോദര നീ കളവ് പറയരുത്. എങ്ങനെ പറയാ? യാ അഖി ലാ തക്ദിബ്. ഇനി 3. ഞാൻ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. എങ്ങനെ പറയാ? അന ത്വാലിബുൻ ഫി സൊഫി സാദിസി. ഇനി 4. പിതാവ് കർഷകനാണ്. പിതാവ് അൽ വാലിദു ഫല്ലാഹൻ. പിതാവ് കർഷകനാണ്. ഇനി അടുത്തത് 5. എൻ്റെ ക്ലാസ്സിൽ 15 ആൺകുട്ടികളുണ്ട്. ഫി സൊഫി 15 വലത്. ഇനി അവസാനത്തെ കേട്ടോ. ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനം അവസാനിച്ചു. എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. അതിൽ ആശ്ചര്യകരമായ തോട്ടമുണ്ട്. അറബിൽ എങ്ങനെ പറയും? ഖറിയത്തി ജമീലത്തുൻ ഫിഹ ഹദീഖത്തുൻ റായിഅത്തുൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിർബന്ധമായും നിങ്ങൾ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.